ഓർമ്മയുണ്ടോ ആ കാലം? ഒരുപക്ഷെ മലയാളികൾ പേടിയോടെ മാത്രം തിരിഞ്ഞു നോക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയുടെ പേടി സ്വപ്നമായിരുന്ന ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായിരുന്നു. 2011 മുതൽ 2016 വരെയുള്ള 5 വർഷങ്ങൾ. സന്ധ്യ മയങ്ങിയാൽ ഇരുട്ടിനെ നിർബന്ധിതമായി സ്നേഹിക്കേണ്ടി വന്ന ലോഡ് ഷെഡിങ്ങിൻ്റെയും പവർ കട്ടുകളുടെയും കാലം. നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ മാവേലി സ്റ്റോറുകളിലേക്കും സപ്ലൈകോ മാർക്കറ്റുകളിലേക്കും പോകാൻ ജനങ്ങൾ മടി കാണിച്ച കാലം. കാരണം അവിടെ ചെന്നാൽ കാലിയായ ഷെൽഫുകൾ മാത്രമായിരുന്നു അവരെ വരവേറ്റിരുന്നത്. വാർദ്ധക്യ സഹജമായ അവശതകൾക്കിടയിലും ഒരു നേരത്തെ മരുന്നിനും ഭക്ഷണത്തിനുമായി ക്ഷേമ പെൻഷനുകൾക്ക് വേണ്ടി ജനങ്ങൾ കാത്തിരിക്കാത്ത കാലം. കാരണം കാത്തിരുന്നാൽ തന്നെ മാസങ്ങളോളം അത് കിട്ടില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. വിലാപങ്ങളും അഴിമതി കഥകളും മാത്രം നിറഞ്ഞു നിന്ന കേരളം കണ്ട ഏറ്റവും ഇരുണ്ട ഭരണകാലഘട്ടം. ആ കാലഘട്ടത്തിൻ്റെ ദുരിതം അനുഭവിച്ചറിഞ്ഞവർ, ആ ഓർമ്മ പേറുന്നവർ ഒരിക്കലും 10 അല്ല 20 അല്ല 50 വർഷം കഴിഞ്ഞാൽ പോലും കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് ഒരു വോട്ട് ചെയ്യില്ലെന്ന് കേരളം ഉറച്ചു വിശ്വസിച്ചിരുന്നു. കാരണം അത്രത്തോളം ആഴത്തിലായിരുന്നു ആ ഭരണകൂടം മലയാളികളുടെ നെഞ്ചിൽ മുറിവേൽപ്പിച്ചത്. ഇക്കാലത്തേക്ക് വന്നാൽ കോൺഗ്രസ് പാർട്ടി വയനാട് ഉരുൾപൊട്ടൽ ബാധിതർക്ക് നൽകിയ വാഗ്ദാനങ്ങൾ, രാഹുൽ മാങ്കൂട്ടം വിഷയം, വി.ഡി. സതീശൻ അന്ന് നിരന്തരം പറഞ്ഞിരുന്ന കള്ളങ്ങൾ, ഒപ്പം ഇടതുപക്ഷത്തിൻ്റെ വികസന സാക്ഷ്യങ്ങൾ, ഇതെല്ലാം ഓരോ മലയാളിയുടെയും കൺമുന്നിൽ തെളിഞ്ഞു നിന്നപ്പോൾ ഇത്തവണയും ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരുമെന്ന് നമ്മൾ ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നു. ഭരണ തുടർച്ച എന്നത് ഒരു ബാലി കയറാൻ മലയല്ലെന്ന് ഏവരും കണക്കുകൂട്ടി. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ഇടതുപക്ഷം ഞെട്ടിത്തരിച്ചു. ഒരിക്കലും കോൺഗ്രസിന് വോട്ട് ചെയ്യില്ലെന്ന് ശപഥം ചെയ്ത ലക്ഷക്കണക്കിന് ആളുകൾ അവരൊന്നാകെ കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്തു. കേരളം അതുവരെ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ ചരിത്രപരമായ ഭൂരിപക്ഷത്തോടെ കോൺഗ്രസും UDFും അധികാരത്തിലേറി. എന്തായിരുന്നു ആ അട്ടിമറിക്ക് പിന്നിൽ? ഏത് ചേതോ വികാരമാണ് അത്ര വലിയ ഭരണ നേട്ടങ്ങൾ ഉണ്ടാക്കിയ LDF സർക്കാരിനെതിരെ വോട്ട് ചെയ്യാൻ ആ ജനതയെ പ്രേരിപ്പിച്ചത്? കോൺഗ്രസ് നേതാക്കളുടെ പെട്ടെന്നുണ്ടായ ജനസമ്മതിയായിരുന്നു അത്? അല്ല. അവിടെയാണ് കേരള രാഷ്ട്രീയത്തെ അടിമുടി മാറ്റി എഴുതിയ ആ അദൃശ്യനായ സൂത്രധാരൻ്റെ കടന്നുവരവ്. ഏതാനും അക്ഷരങ്ങളിൽ ഒതുങ്ങുന്ന ഒരു പേര്: സുനിൽ കനഗോലു. എങ്ങനെയാണ് സുനിൽ കനഗോലു എന്ന കോർപ്പറേറ്റ് സ്ട്രാറ്റജിസ്റ്റ് കേരളത്തിലെ LDFിൻ്റെ ഉരുക്കുകോട്ടകളെ തകർത്തെറിഞ്ഞത്, UDFിന് ഭരണം പിടിച്ചു നൽകിയത്? ആ മാസ്റ്റർ പ്ലാനിൻ്റെ ഉള്ളറയിലേക്ക് വെളിച്ചം വീശുകയാണ് അദ്ദേഹത്തിൻ്റെ തന്നെ ടീമായ ഇൻക്ലൂസീവ് മൈൻഡ്സിലെ പ്രധാന അംഗവും മലയാളിയുമായ ഗോപികൃഷ്ണൻ. പ്രൈം വിറ്റ്നസ് എന്ന ഓൺലൈൻ ചാനലിന് നൽകിയ ഞെട്ടിപ്പിക്കുന്ന ആ അഭിമുഖത്തിൽ ഒരു ജനാധിപത്യ സമൂഹത്തെ എങ്ങനെയാണ് പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി ഒരു ഏജൻസി ഹൈജാക്ക് ചെയ്തത് എന്നുള്ളതിൻ്റെ രഹസ്യങ്ങൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നു. സസ്പെൻസുകൾ നിറഞ്ഞ ആ 7 തന്ത്രങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. കോൺഗ്രസ് നേതാക്കൾ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുമ്പോൾ ബാംഗ്ലൂരിലെയും തിരുവനന്തപുരത്തെയും ശീതീകരിച്ച മുറികളിൽ സുനിൽ കനഗോലു തൻ്റെ സൈന്യത്തെ ഒരുക്കുകയായിരുന്നു. അതൊരു സാധാരണ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ആയിരുന്നില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് വെറും 2 പേരുമായി കേരളത്തിൽ കാലുകുത്തിയ ആ സംഘം 2026 ആയപ്പോഴേക്കും 65-ലധികം അതിവിദഗ്ധരായ പ്രൊഫഷണലുകൾ അടങ്ങുന്ന ഒരു വമ്പൻ കോർപ്പറേറ്റ് യന്ത്രമായി മാറി. മീഡിയ ടീം, പൊളിറ്റിക്കൽ ഇൻ്റലിജൻസ് ടീം, ഡാറ്റ അനാലിസിസ് ടീം, കാമ്പയിൻസ് ടീം, അങ്ങനെ ഒരു അന്താരാഷ്ട്ര ചാരസംഘടന പ്രവർത്തിക്കുന്ന അതേ കൃത്യതയോടെ കൊടി പിടിക്കാനോ മുദ്രാവാക്യം വിളിക്കാനോ പോകാത്ത ലാപ്ടോപ്പുകളും അൽഗോരിതങ്ങളും ആയുധമാക്കിയ ഒരു അദൃശ്യ സൈന്യം. കോൺഗ്രസിൻ്റെ നിയന്ത്രണം അവർ നിശബ്ദമായി ഏറ്റെടുക്കുകയായിരുന്നു. ഏത് യുദ്ധവും ജയിക്കാൻ ശത്രുവിൻ്റെ മാത്രമല്ല സ്വന്തം ജനതയുടെയും മനസ്സ് വായിക്കണം. കനഗോലുവിൻ്റെ ടീം ആദ്യം ചെയ്തത് അതായിരുന്നു. വലിയ ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കാനോ മയക്ക് കെട്ടി പ്രസംഗിക്കാനോ അവർ കോൺഗ്രസ്സുകാരോട് പറഞ്ഞില്ല. പകരം കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ഓരോ മുക്കിലും മൂലയിലും അവർ തങ്ങളുടെ പൊളിറ്റിക്കൽ ഇൻ്റലിജൻസ് ഏജൻറ്റുമാരെ വിന്യസിച്ചു. ചായക്കടകളിലും ബസ് സ്റ്റാൻഡുകളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും അവർ സാധാരണക്കാരായി വേഷമിട്ട് നിന്നു. ജനങ്ങൾ എന്താണ് സംസാരിക്കുന്നത്, അവർ എന്തിനെയാണ് വെറുക്കുന്നത്, എന്തിനെയാണ് സ്നേഹിക്കുന്നത് എന്ന് അവർ ഒപ്പിയെടുത്തു. ഒരു പാർട്ടി ഓഫീസിനും ലഭിക്കാത്തത്ര സൂക്ഷ്മമായ ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ ദിവസേന കനഗോലുവിൻ്റെ സെർവറുകളിലേക്ക് ഒഴുകിയെത്തി. അതാണ് അവരുടെ അടുത്ത നീക്കത്തിനുള്ള ഇന്ധനമായത്. ഈ വിവരങ്ങൾ വച്ചുകൊണ്ട് അവർ LDF സർക്കാരിനെ പഠിച്ചു. അവർക്കൊരു കാര്യം വ്യക്തമായി മനസ്സിലായി:
LDF സർക്കാരിൻ്റെ വികസന പദ്ധതികളെ കുറ്റം പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല. കാരണം കിഫ്ബിയിലൂടെ മാറിയ സ്കൂളുകളും ആശുപത്രികളും റോഡുകളും ജനങ്ങളുടെ കൺമുന്നിലുണ്ട്. ക്ഷേമ പെൻഷനുകൾ ജനങ്ങളുടെ കൈകളിലുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെ അവരെ വീഴ്ത്തും? അവിടെയാണ് കനകോലുവിൻ്റെ ബുദ്ധികേന്ദ്രം ഏറ്റവും പുതിയ സൈക്കോളജിക്കൽ വാർഫെയർ അഥവാ മനഃശാസ്ത്ര യുദ്ധം പുറത്തെടുത്തത്. അവർ പുതിയൊരു വികാരം സൃഷ്ടിച്ചു. ആക്സസബിലിറ്റി ഇല്ലാത്ത അഥവാ ജനങ്ങൾക്ക് പ്രാപ്യമല്ലാത്ത സർക്കാർ. മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ സാധാരണക്കാരുമായി ഇടപഴകുന്നില്ലെന്നും അവർക്ക് ജനങ്ങളോട് അനുകമ്പ ഇല്ലെന്നുമുള്ള ഒരു വലിയ നുണ അവർ വളരെ വിദഗ്ധമായി ജനങ്ങളുടെ അവബോധ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്തു. വികസനത്തെക്കാൾ ഉപരി ജനങ്ങളുടെ വൈകാരിക തലങ്ങളെയാണ് അവർ ടാർഗറ്റ് ചെയ്തത്. സർക്കാരിനെതിരെ മൊത്തത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നതിന് പകരം സാധാരണക്കാർക്ക് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടേണ്ടി വരുന്ന 2 വകുപ്പുകളെ അവർ തിരഞ്ഞു പിടിച്ചാക്രമിച്ചു. ആരോഗ്യവകുപ്പും പോലീസ് വകുപ്പ് എന്ന ആഭ്യന്തര വകുപ്പും. ലക്ഷക്കണക്കിന് ആളുകൾ ദിവസവും ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിൽ സംഭവിക്കുന്ന വളരെ ചെറിയ ഒറ്റപ്പെട്ട വീഴ്ചകളെ അവർ മാഗ്നിഫൈ ചെയ്തു. ഹർഷീന വിഷയവും ആശാവർക്കർമാരുടെ സമരവും പോലെയുള്ള ഇഷ്യൂകളിൽ സർക്കാർ പ്രതിസന്ധിയിലായപ്പോൾ അതൊരു ക്രൈസിസ് മാനേജ്മെൻറ്റ് പാളീച്ചയാണെന്ന് വരുത്തി തീർക്കാൻ ഇവരുടെ IT സെല്ലുകൾ രാപ്പകലില്ലാതെ പണിയെടുത്തു. മൊത്തത്തിൽ എല്ലാം തകർന്നു എന്നൊരു കൃത്രിമ പുകമറ സോഷ്യൽ മീഡിയയിലൂടെ അവർ സൃഷ്ടിച്ചെടുത്തു. UDFനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ശാപം നേതാക്കൾ തമ്മിലുള്ള പടരപ്പിണക്കങ്ങളായിരുന്നു. ജനങ്ങൾക്ക് കോൺഗ്രസിലെ ഒരു നേതാവിനെയും പൂർണ്ണമായും വിശ്വാസമില്ലായിരുന്നു. ഈ പ്രതിസന്ധി മറികടക്കാൻ കനകോലു ഒരു ഗംഭീര തന്ത്രം മെനഞ്ഞു. ആരെയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാതെ കൂട്ടായ നേതൃത്വം എന്നൊരു ഇമേജ് അവർ പടുത്തുയർത്തി. VD സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന പോസ്റ്ററുകളും വീഡിയോകളും അവർ ഡിസൈൻ ചെയ്തു. പരസ്പരം പോരടിക്കുന്ന നേതാക്കളെ ചിരിപ്പിച്ചു നിർത്തി. ഇവരാണ് നാടിൻ്റെ രക്ഷകർ എന്നൊരു വ്യാജ സുരക്ഷിതത്വ ബോധം ജനങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ആ PR വർക്ക് 100% വിജയിച്ചു. ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗതികേടായിരിക്കും ഇത്. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് നോക്കിയത് സ്വന്തം കീഴ്ഘടകങ്ങളെ ആയിരുന്നില്ല, മറിച്ച് കനകോലുവിൻ്റെ ഡാറ്റാബേസിനെ ആയിരുന്നു. ഇലക്ഷന് 9 മാസം മുൻപ് തന്നെ ഈ ഏജൻസി മണ്ഡലങ്ങളിൽ സർവേ നടത്തി ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു. വെറുതെ പേരുകൾ നൽകുകയല്ല, ഓരോ മണ്ഡലത്തിലും റാങ്ക് 1, 2, 3 എന്ന് തിരിച്ച് എന്തുകൊണ്ട് ഇയാൾ ജയിക്കുമെന്നതിൻ്റെ സയൻറ്റിഫിക് ഡാറ്റ സഹിതം അവർ കോൺഗ്രസ് നേതൃത്വത്തിന് നൽകി. 85 മുതൽ 90% വരെ ഈ PR ഏജൻസി നൽകിയ ലിസ്റ്റാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. സ്വന്തം പാർട്ടിക്കാരെ കണ്ടെത്താൻ കോർപ്പറേറ്റ് ഏജൻസിയുടെ കാല് പിടിക്കേണ്ടി വന്ന ഈ കോൺഗ്രസ്സാണ് ഇന്ന് ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നത് എന്നത് ചരിത്രത്തിലെ വലിയൊരു തമാശയാണ്. യുദ്ധം തുടങ്ങിയപ്പോൾ കോൺഗ്രസ് നേതാക്കൾ കേവലം കരുക്കൾ മാത്രമായിരുന്നു. കളിച്ചത് മുഴുവൻ കനകോലുവിൻ്റെ ടീമായിരുന്നു. ഓരോ ദിവസവും രാവിലെ PI ടീമിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ എവിടെ എന്ത് പ്രശ്നമുണ്ട്, അവിടെ ഏത് നേതാവ് പോകണം, എന്ത് സംസാരിക്കണം എന്നവർ കൃത്യമായി സ്ക്രിപ്റ്റ് ചെയ്തു നൽകി. ഒരു സ്ഥലത്തൊരു വിഷയമുണ്ടായാൽ നേതാവ് അവിടെ എത്തി ക്യാമറയ്ക്ക് മുന്നിൽ എന്ത് പ്രതികരണം നടത്തണമെന്ന് തീരുമാനിച്ചിരുന്നത് ഈ ഏജൻസിയുടെ ഓഫീസുകളിലായിരുന്നു. ചിന്തയും ബുദ്ധിയും ഏജൻസിക്ക് പണയം വെച്ച് വെറുമൊരു അവതാരകരെ പോലെ കോൺഗ്രസ് നേതാക്കൾ ആ തിരക്കഥ ഭംഗിയായി അഭിനയിച്ചു തീർത്തു. ഇതാണ് യാഥാർത്ഥ്യം. ഗോപികൃഷ്ണൻ്റെ വെളിപ്പെടുത്തലുകൾ വിരൽ ചൂണ്ടുന്നത് ഒരു നഗ്നമായ സത്യത്തിലേക്കാണ്. കേരളത്തിലെ ജനാധിപത്യം പണം കൊടുത്ത് ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ കഥയുടെ ക്ലൈമാക്സിലെത്തുമ്പോൾ ചിന്തിക്കുന്ന ഓരോ മലയാളിയുടെയും ഉള്ളിൽ ഒരു വലിയ ശൂന്യത അനുഭവപ്പെടും. ഒരു വശത്ത് പ്രതിസന്ധികളുടെ മഹാമാരിയിലും പ്രളയത്തിലും ജനങ്ങളെ കൈവിടാതെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ലൈഫ് മിഷനിലൂടെ ആയിരങ്ങൾക്ക് വീട് നൽകിയ, പൊതുവിദ്യാലയങ്ങളെയും ആശുപത്രികളെയും ലോക നിലവാരത്തിലേക്ക് ഉയർത്തിയ ഒരു സർക്കാർ. അവർക്ക് ജനങ്ങളോട് സംവദിക്കാൻ PR ഏജൻസികളുടെ ആവശ്യമില്ലായിരുന്നു. അവരുടെ കർമ്മങ്ങൾ തന്നെയായിരുന്നു അവരുടെ വാക്കുകൾ. മറുവശത്തോ സ്വന്തമായി ഒരു നയമോ പരിപാടിയോ ഇല്ലാതെ കോടികൾ കൊടുത്തു വാങ്ങിയ ഡാറ്റ അനലിറ്റിക്സിൻ്റെയും സോഷ്യൽ മീഡിയ മാനിപ്പുലേഷൻ്റെയും പിൻബലത്തിൽ മാത്രം അധികാരത്തിലേറിയ ഒരു മുന്നണി. സത്യത്തെ എത്ര വിദഗ്ധമായാണ് അൽഗോരിതങ്ങൾ ഉപയോഗിച്ചവർ കുഴിച്ചുകൂടിയത്. LDF സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളെ ഒരു വലിയ നുണയുടെ പുകമറ സൃഷ്ടിച്ച് കോൺഗ്രസും കനകോലുവും ചേർന്ന് മറച്ചു പിടിച്ചു. പക്ഷെ കാലം എപ്പോഴും കണക്കുകൾ ചോദിക്കാതിരിക്കില്ല. ഈ മായാജാലം എത്രനാൾ നീണ്ടു നിൽക്കും? PR ഏജൻസികൾ എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റുകൾ അവസാനിക്കുന്ന ദിവസം, ക്യാമറകളുടെ ലൈറ്റുകൾ അണയുന്ന ദിവസം ജനങ്ങൾ യാഥാർത്ഥ്യം തിരിച്ചറിയും. കോർപ്പറേറ്റ് ബുദ്ധികേന്ദ്രങ്ങൾ സൃഷ്ടിച്ചെടുത്ത ഈ വ്യാജ വിജയത്തിൻ്റെ അടിത്തറ ഇളകാൻ തുടങ്ങുമ്പോൾ കേരളം വീണ്ടും തിരിഞ്ഞു നോക്കും.
വാക്കുകളേക്കാൾ പ്രവൃത്തികളിൽ വിശ്വസിച്ച് സംഘടനകളിൽ ഒപ്പം നിന്ന് വികസനത്തിൻ്റെ യഥാർത്ഥ ശില്പികളായ ആ പഴയ ഭരണകൂടത്തിലേക്ക് അന്ന് ഒരു കനകോലുവിനും കോൺഗ്രസിന് രക്ഷിക്കാൻ കഴിയില്ല. സത്യത്തിൻ്റെ ആ തിരിച്ചുവരവിനായി കാലം കാത്തിരിക്കുകയാണ്, നിശബ്ദമായി എന്നാൽ അതിശക്തമായി.